ഈ സെഷനിൽ നമുക്ക് കുറാട്ടോവിസ്കീസ് തിയറം എന്താണെന്ന് പഠിക്കാം. അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന്. എ ഗ്രാഫ് ഈസ് പ്ലാനാർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് നോ സബ്ഡിവിഷൻ ഓഫ് K5 ഓർ K33. അതായത് ഒരു ഗ്രാഫ് പ്ലാനാർ ആവുന്നത് അതിൽ നോ സബ്ഡിവിഷൻ ഓഫ് K5 ഓർ K33. K5 അല്ലെങ്കിൽ K33യുടെ സബ്ഡിവിഷൻ ഇല്ലെങ്കിൽ ഗ്രാഫ് പ്ലാനാർ ആയിരിക്കും. അപ്പോൾ അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. എ ഗ്രാഫ് ഈസ് നോൺ പ്ലാനാർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എ സബ്ഡിവിഷൻ ഓഫ് K5 ഓർ K33. അതായത് ഗ്രാഫിൽ K5 അല്ലെങ്കിൽ K33യുടെ സബ്ഡിവിഷൻ ഉണ്ടെങ്കിൽ ഗ്രാഫ് നോൺ പ്ലാനാർ ആണ് എന്ന രീതിയിലും നമുക്ക് ഈ തിയറം സ്റ്റേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ വാട്ട് ഈസ് മീൻ ബൈ വാട്ട് ആർ ദ ഗ്രാഫ്സ് K5 ഓർ K33? K5 K33 ഗ്രാഫിനെ കുറിച്ച് നമുക്കറിയണം. ഓൾസോ വാട്ട് ഈസ് മീൻ ബൈ സബ്ഡിവിഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഓക്കെ, സോ ഹിയർ നമുക്ക് K5 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. K5 അപ്പോൾ K5 എന്ന ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഗ്രാഫ് എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. K5 എന്ന് പറഞ്ഞ ഗ്രാഫ്, യു നോ ദാറ്റ് K5 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഗ്രാഫാണ്. അതിന് 5 വെർട്ടീസസ് ഉണ്ട്, 10 എഡ്ജസ് ഉണ്ട്. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം, മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. K5 എന്ന് പറയുന്നത് ഒരു 4 റെഗുലർ ഗ്രാഫാണ്. 4 റെഗുലർ എന്ന് പറഞ്ഞാൽ എല്ലാ വെർട്ടെക്സിൻ്റെയും ഡിഗ്രി 4 ആണ് അല്ലേ. K5 കംപ്ലീറ്റ് ആണ്, 5 വെർട്ടീസസ് ആണ്. അപ്പോൾ എല്ലാ വെർട്ടെക്സിൻ്റെ ഡിഗ്രി 4 ആയതുകൊണ്ട് അതിനെ നമ്മൾ 4 റെഗുലർ ഗ്രാഫ് എന്ന് പറയും. അതുപോലെ അടുത്ത ഗ്രാഫ് K33 എന്ന് പറഞ്ഞാൽ 6 വെർട്ടീസസ് ഉണ്ട്. അതൊരു ബൈപാർട്ടേറ്റ് ഗ്രാഫാണ്. യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ്. ബൈപാർട്ടേറ്റ് ഗ്രാഫാണ് ആൻഡ് ഇറ്റ് ഹാസ് 6 വെർട്ടീസസ്. അത് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇറ്റ് ഹാസ് 9 എഡ്ജസ്. അതുപോലെ തന്നെ യു ക്യാൻ സീ ദാറ്റ് ദ ഡിഗ്രി ഓഫ് എവറി വെർട്ടെക്സ് ഈസ് 3. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ 3 റെഗുലർ ഗ്രാഫ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് അഡീഷണലായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നത് K5 ഈസ് എ നോൺ പ്ലാനർ ഗ്രാഫാണ്, K33 ഈസ് എ നോൺ പ്ലാനർ ഗ്രാഫ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ദേ ആർ ഓൾസോ കോൾഡ് കുറാട്ടോവിസ്കീസ് ഫസ്റ്റ് ഗ്രാഫ് ആൻഡ് ദിസ് ഈസ് നോൺ ആസ് കുറാട്ടോവിസ്കീസ് സെക്കൻഡ് ഗ്രാഫ്. കാരണം കുറാട്ടോവിസ്കീസ് ഫസ്റ്റ് ഗ്രാഫ് ഓർ K5 എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം നമ്പർ ഓഫ് വെർട്ടീസസ് ഉള്ള ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ് വിച്ച് ഇസ് നോൺ പ്ലാനർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ഉള്ള നോൺ പ്ലാനർ ഗ്രാഫാണ് K33. അതുകൊണ്ടാണ് നമ്മളതിനെ കുറാട്ടോവിസ്കീസ് ഫസ്റ്റ് ഗ്രാഫ് സെക്കൻഡ് ഗ്രാഫ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് ഒരു സ്പെഷ്യൽ ഗ്രാഫ്സ് ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഈ K5ൻ്റെയും K33യുടെയും പ്രോപ്പർട്ടീസ്, മെയിനായിട്ട് 4 റെഗുലർ ആണ്, 3 റെഗുലർ ആണ് എന്നീ പ്രോപ്പർട്ടീസ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് അടുത്ത ഈ സബ്ഡിവിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എഡ്ജ് സബ്ഡിവിഷൻ ഓർ വെർട്ടെക്സ് ഇൻസേർഷൻ അല്ലെങ്കിൽ ഹോമിയോമോർഫിസം ഇൻ ഗ്രാഫ്സ്. അത് വളരെ ചെറിയൊരു കൺസെപ്റ്റാണ്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് വരയ്ക്കുവാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ എഡ്ജസ് വെർട്ടീസസ് UV W എന്ന് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ ഗ്രാഫിൽ നിന്നും UV എന്ന് പറയുന്ന ഈ എഡ്ജ് ഡിലീറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇതാണ് UVW. ആ എഡ്ജ് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു വെർട്ടെക്സ് പ്ലേസ് ചെയ്യുന്നു സച്ച് ദാറ്റ് ആ വെർട്ടെക്സിൻ്റെ എൻഡ്സ് ആ എഡ്ജിൻ്റെ, നമ്മൾ ഡിലീറ്റ് ചെയ്ത എഡ്ജിൻ്റെ എൻഡ് വെർട്ടീസസുമായിട്ട് കണക്ട് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നത് നമ്മളൊരു വെർട്ടെക്സ് ഈ എഡ്ജിൽ ഇൻസേർട്ട് ചെയ്യുന്നു എന്നത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളൊരു വെർട്ടെക്സിനെ, ഒരു എഡ്ജിൻ്റെ സ്ഥാനത്ത് ഒരു വെർട്ടെക്സിനെ പ്ലേസ് ചെയ്തിട്ട് ആ എഡ്ജിൻ്റെ എൻഡ്സിനെ നമ്മൾ ആ വെർട്ടെക്സുമായിട്ട് ജോയിൻ ചെയ്യിക്കുന്നു. അപ്പോൾ ഇപ്പോൾ വരച്ചിരിക്കുന്ന 2 ഗ്രാഫും ഹോമിയോമോർഫിക് ഗ്രാഫ് എന്ന് പറയും. ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ എഡ്ജ് സബ്ഡിവിഷൻ ഓർ വെർട്ടെക്സ് ഇൻസേർഷൻ എന്ന് പറയാം. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മളൊരു വെർട്ടെക്സ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഡിഗ്രി 2 ഉള്ളൊരു വെർട്ടെക്സ് പുതുതായിട്ട് നമ്മൾ ആ ഗ്രാഫിൽ ഇൻസേർട്ട് ചെയ്യുന്നു. വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ ഗ്രാഫിന് വീണ്ടും ഒരു എഡ്ജ് ഇൻസേർഷൻ എഡ്ജ് സബ്ഡിവിഷൻ നടത്തുകയാണെങ്കിൽ ഇവിടെ ഒരു വെർട്ടെക്സിനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് വീണ്ടും ഒരു വെർട്ടെക്സിനെ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഗ്രാഫെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഹോമിയോമോർഫിക്കാണ്. ഇനി മറ്റൊരു വേയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാഫിൽ ഞാൻ ഈ എഡ്ജിന് പകരം ഇവിടെ ഒരു വെർട്ടെക്സ് ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഈ 2 ഗ്രാഫും സെയിം ആണ്. അതായത് ഒരു എഡ്ജിനെ നമ്മൾ സബ്ഡിവിഷൻ കൊടുത്ത് ഒരു വെർട്ടെക്സ് ഇൻഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക്, ഒരു വെർട്ടെക്സ് ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കവിടെ എഡ്ജ് സബ്ഡിവിഷൻ അല്ലെങ്കിൽ എന്ന് പറയാം. അപ്പോൾ ഏതൊരു ഗ്രാഫ് എടുത്താലും നമുക്കതിനകത്ത്
ഇപ്പോൾ ഇതൊരു ഗ്രാഫാണ് 4 വെർട്ടെക്സ് ഉള്ളത്. അപ്പം ഈ വെർട്ടെക്സ് 2 ഡിഗ്രി ഉള്ളതാണ്. അപ്പം ഞാനിവിടെ മറ്റൊരു ഗ്രാഫ് വരയ്ക്കുന്നു. അപ്പോൾ ഈ ഗ്രാഫിൽ ആക്ച്വലി 3 വെർട്ടിസസ് ആണ്. പക്ഷേ ഈ ഒരു വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഗ്രാഫ് കിട്ടുക, അല്ലേ? ഈ വെർട്ടെക്സ് നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് ഷോ ദിസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു എഡ്ജ് വരും. അല്ലെങ്കിൽ ആ എഡ്ജിലൊരു വെർട്ടെക്സ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കും. ഈ രണ്ടും ഹോമിയോമോർഫിക് ഗ്രാഫ്സ് ആണ്, അല്ലെങ്കിൽ എഡ്ജ് സബ് ഡിവിഷനാണ്. അപ്പോൾ എഡ്ജ് സബ് ഡിവിഷൻ അല്ലെങ്കിൽ ഗ്രാഫ് ഹോമിയോമോർഫിക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു എഡ്ജിൽ നമ്മളൊരു എഡ്ജിനെ ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ ഒരു വെർട്ടെക്സ് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ആ എഡ്ജിൻ്റെ എൻഡ് വെർട്ടിസസിനോട് കൂടെ ആ വെർട്ടെക്സിൻ്റെ എൻഡ്സ് നമ്മൾ ജോയിൻ ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്കൊരു എഡ്ജിൽ ഒരു വെർട്ടെക്സ് ഇൻസേർട്ട് ചെയ്യുന്നു എന്ന് മാത്രം ഓർത്താൽ മതി. ഒരു എഡ്ജിൽ 2 ഡിഗ്രി വരുന്ന ഒരു വെർട്ടെക്സ് ഇൻസേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വെർട്ടെക്സിനെ നമ്മൾ അതിനകത്ത് നിന്ന് കളയുക. അതായത് ഈ വെർട്ടെക്സിനെ നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്താൽ നമുക്ക് ഈ ഗ്രാഫ് കിട്ടും. അപ്പോഴും അത് ഹോമിയോമോർഫിക് ഗ്രാഫാണ്. അപ്പോൾ നമുക്കിവിടെ പ്രധാനമായിട്ടും ഈ എഡ്ജ് സബ് ഡിവിഷൻ എന്താണെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ വെർട്ടെക്സ് ഇൻസേർഷൻ അല്ലെങ്കിൽ എഡ്ജ് സബ് ഡിവിഷൻ എന്താണെന്ന് മനസ്സിലായി. K5ഉം K33യും നമുക്ക് എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഗ്രാഫ് ഇവിടെ തന്നിരിക്കുന്നു. 1 2 3 A B C D E F G അങ്ങനെ 7 വെർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫ് തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ചെക്ക് വെദർ ദ ഗ്രാഫ് ഈസ് പ്ലാനാർ ഓർ നോട്ട് യൂസിങ് കുറാട്ടോവിസ്കീസ് തിയറം. അപ്പോൾ ഈ തിയറം യൂസ് ചെയ്ത് ഗ്രാഫ് പ്ലാനാറാണോ നോൺ പ്ലാനാറാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇതിനകത്ത് K5 അല്ലെങ്കിൽ K33യുടെ സബ് ഡിവിഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് K5 അല്ലെങ്കിൽ K33ക്കുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നാണ്. അപ്പോൾ നമുക്കറിയാം K5 എന്ന് പറഞ്ഞാൽ 5 വെർട്ടീസസ് ഉള്ള ഒരു 4 റെഗുലർ ഗ്രാഫാണ്. അല്ലെങ്കിൽ K33 is a 6 വെർട്ടെക്സ് ഗ്രാഫ് വിച്ച് ഇസ് 3 റെഗുലർ ആണ്. അപ്പം ഇതിലേതാണ് ഇതിനകത്ത് ഉണ്ടാവാൻ ഒരു ചാൻസ് ഉണ്ടാവുക എന്ന് നോക്കാം. നമുക്ക് വെർട്ടീസസ് നോക്കാം. 7 വെർട്ടീസസ് ഉണ്ട്. പക്ഷേ ഈ 7 വെർട്ടീസസിലും നമുക്ക് നോക്കിയാൽ അറിയാം വെർട്ടെക്സ് എയുടെ ഡിഗ്രി 4, ഡിയുടെ ഡിഗ്രി 4, ജിയുടെ ഡിഗ്രി 3, സിയുടേത് 4, ഡിയുടേത് 3, ഇയുടേത് 3, എഫിൻ്റേത് 3. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാകും ഇവിടെ നമുക്ക് 5 വെർട്ടെക്സ് 4 ഡിഗ്രി ഉള്ള 5 വെർട്ടെക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. എഡ്ജ് സബ് ഡിവിഷൻ വെച്ച് അല്ലെങ്കിൽ സബ് ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടി വെച്ച് ഒരിക്കലും നമുക്കിതിനകത്ത് ഡിഗ്രി കൂട്ടാൻ പറ്റില്ല. അതായത് 4 ഡിഗ്രി ഈച്ച് ഉള്ള 5 വെർട്ടെക്സ് ഇതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം അത് ഉറപ്പാണ്. കാരണം ഇവിടെ ആകെ 3 വെർട്ടെക്സ് മാത്രമേ 4 ഡിഗ്രി ഉള്ളതുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഡിഗ്രി ആഡ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ഡിഗ്രി കുറയ്ക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കാരണം നമ്മൾ സബ് ഗ്രാഫ് അല്ലെങ്കിൽ സബ് ഡിവിഷനാണ് ഇതിൽ ചെക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് അപ്പോൾ K5ന് പോസിബിലിറ്റി ഇല്ല. ഇനി നമുക്ക് നോക്കാം K33 6 വെർട്ടീസസ് ഉണ്ടാവാം, പിന്നെ 3 റെഗുലർ. അപ്പോൾ ഇവിടെയുള്ള 7 വെർട്ടെക്സിനും മിനിമം 3 ഡിഗ്രി ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയാണ്. ഇതിനുള്ളിൽ ഒരു 6 വെർട്ടീസസ് ഉള്ള ഒരു ഗ്രാഫ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റണം. സബ് ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റണം. അത് 3 റെഗുലർ ആയിരിക്കണം. അങ്ങനെയുള്ള ഗ്രാഫ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ജസ്റ്റ് നമുക്കിവിടെ നോക്കാം. സാധാരണ എപ്പോഴും എക്സാമിന് ഒരു നോൺ പ്ലാനാരിറ്റി പ്രൂവ് ചെയ്യാനാണ് മെയിനായിട്ട് ഇങ്ങനെ ചോദിക്കാറ്. കാരണം ഇങ്ങനെ ഒരു K5 അല്ലെങ്കിൽ K33 അതിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് നോൺ പ്ലാനാർ ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ നമുക്ക് 6 വെർട്ടീസസ് മതി, പിന്നെ 3 റെഗുലറുമാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓരോ ഗ്രാഫിനും ഓരോ രീതിയിലായിരിക്കും നമ്മൾ പ്രോബ്ലം അനലൈസ് ചെയ്ത് ചെയ്യുന്നത്. കാരണം നമുക്കിതിൻ്റെ സബ് ഗ്രാഫ് കണ്ടുപിടിക്കണം. അതിൽ K33 അല്ലെങ്കിൽ K5 ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ 3 റെഗുലർ വിത്ത് 6 വെർട്ടീസസ് കാണാനായതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ രീതിയിലാണ്. ഇപ്പോൾ ഈ വെർട്ടെക്സ് ഡിയുടേത് 4 ഡിഗ്രിയാണ്. അപ്പം ഞാനതിനെ 3 ഡിഗ്രി ആക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും ഈ വെർട്ടെക്സ് DE എന്ന് പറയുന്ന എഡ്ജ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഐ ക്യാൻ ഡിലീറ്റ് ദ എഡ്ജ് DE. ഓക്കെ, സോ ഈ DE എന്ന് പറയുന്ന എഡ്ജ് ഞാൻ ഡിലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എഡ്ജ് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെയുള്ള E എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഡിഗ്രി 2 ആയിട്ട് മാറി, അല്ലേ? അതുപോലെ തന്നെ ഡിയുടെ ഡിഗ്രി 3 ആയിട്ട് മാറി. അപ്പോൾ ഞാൻ ഈ റെഡിങ് കൊണ്ട് വച്ചിരിക്കുന്ന ആ എഡ്ജ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഐ വിൽ റൈറ്റ് ഡിലീറ്റ് ദ എഡ്ജ്
നമുക്ക് എഡ്ജ് ഡിലീറ്റ് ചെയ്യാം, കാരണം നമ്മൾ സബ് ഗ്രാഫാണ് കണ്ടുപിടിക്കുന്നത്. ഡി വെറുതെ ആ എഡ്ജ് ഡിലീറ്റ് ചെയ്തു. അപ്പം നമുക്കറിയാം ഡി എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഇപ്പോൾ എന്തായിട്ട് മാറി? 3 ആയിട്ട് മാറി. പിന്നെ നമുക്കിവിടെ ഒരു ഇ എന്ന് പറയുന്നൊരു വെർട്ടെക്സ് ഉണ്ട് ഇല്ലേ? ഈ ഇ എന്ന് പറയുന്ന വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഇപ്പോൾ 2 ആയിട്ട് മാറി. ഇനി ഞാൻ ആ വെർട്ടെക്സിനെ ഇതിൽ നിന്നും എഡ്ജ് സബ് ഡിവിഷൻ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അതായത് ആ വെർട്ടെക്സിൻ്റെ ആ വെർട്ടെക്സ് ശരിക്കും പറഞ്ഞാൽ ഒരു എഡ്ജ് സബ് ഡിവിഷനായിട്ട് വരുന്ന വെർട്ടെക്സ് അല്ലേ. അപ്പോൾ ആ വെർട്ടെക്സിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്താൽ ഈ ഗ്രാഫിന് ഹോമിയോമോർഫിക് ആയിട്ടുള്ളൊരു ഗ്രാഫായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഞാനിപ്പോൾ ഒന്നുകൂടെ അത് ഡ്രോ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഗ്രാഫിൽ ഞാൻ ഡി എന്ന് പറയുന്ന എഡ്ജ് ഡിലീറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഈ ഡി എന്ന് പറയുന്ന എഡ്ജ് മാത്രം ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഗ്രാഫ് ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഈ ഗ്രാഫിൽ ഇപ്പോൾ നമുക്ക് ഇ എന്ന് പറയുന്ന ഈ വെർട്ടെക്സ് ശരിക്കും ഒരു എഡ്ജ് ഇൻസേർഷൻ വഴി എഡ്ജ് സബ് ഡിവിഷൻ വഴി വരയ്ക്കുന്ന വെർട്ടെക്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ 2 ഡിഗ്രിയുള്ള വെർട്ടെക്സ് ആണ്. അപ്പം ഞാൻ അതിനെ ആ വെർട്ടെക്സ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള കൺസെപ്റ്റിൽ ആ വെർട്ടെക്സിനെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ആ വെർട്ടെക്സിനെ ഡിലീറ്റ് ചെയ്ത് അതിൻ്റെ എൻഡ് വെർട്ടീസസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മളവിടെ ഹോമിയോമോർഫിക് ഗ്രാഫ് അല്ലെങ്കിൽ എഡ്ജ് സബ് ഡിവിഷനിലുള്ള ഒരു ഹോമിയോമോർഫിക് ഗ്രാഫാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് എഡ്ജ് സബ് ഡിവിഷനാണ്. അതായത് ഇ എന്ന വെർട്ടെക്സ് 2 ഡിഗ്രിയുള്ള ഒരു എഡ്ജ് സബ് ഡിവിഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിനെ മാറ്റിയപ്പോൾ നമുക്കവിടെ ഒരു ഗ്രാഫ് കിട്ടി. അത് ഇതിൻ്റെ ഹോമിയോമോർഫിക് അല്ലെങ്കിൽ എഡ്ജ് സബ് ഡിവിഷൻ വഴി കിട്ടിയ സബ് ഗ്രാഫാണ്. ഓക്കെ, ഇപ്പം നോക്കിക്കേ, ഇപ്പോൾ എല്ലാ വെർട്ടെക്സിൻ്റെ ഡിഗ്രി ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. എയുടെ 3, ഡിയുടെ 3, ജിയുടെ 3, എഫിൻ്റെ 3, ബിയുടെ 3. ഇനി വെർട്ടെക്സിൻ്റെ എണ്ണവും 6 ആയി. ഇനി ഇവിടെ സി എന്നുള്ള വെർട്ടെക്സ് കൂടെ നോക്കുക, അതിൻ്റെ ഡിഗ്രി 4 ആണ്. അപ്പോൾ നമുക്ക് എയുടെ 3 അല്ല, എയുടെ 4 ആണ്. എയുടെയും സിയുടെയും ഡിഗ്രി 4 ആണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഞാനിവിടെ ഡിലീറ്റ് ദ എഡ്ജ് എ സി ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് എ സി എന്ന് പറയുന്ന ഈ എഡ്ജ് ഡിലീറ്റ് ചെയ്തപ്പോൾ നമുക്കിവിടെ ഒന്നും സംഭവിച്ചില്ല. നമ്മൾ ജസ്റ്റ് സബ് ഗ്രാഫ് കണ്ടുപിടിച്ചു, എ സി എന്ന് പറയുന്ന എഡ്ജും കൂടി ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഗ്രാഫ് നോക്കൂ. അതിൽ എ ബി സി ഡി എഫ് ജി അങ്ങനെ 6 വെർട്ടെക്സ് ആണുള്ളത്. ആ 6 വെർട്ടെക്സിൻ്റെയും ഡിഗ്രി ഇപ്പോൾ 3 ആണ്. 6 വെർട്ടെക്സ് ഉണ്ട്, ഡിഗ്രി 3H. അതായത് ഒരു 3 റെഗുലർ ഗ്രാഫാണ് കിട്ടിയിരിക്കുന്നത് 6 വെർട്ടീസസ് ഉള്ള. അപ്പോൾ ഇത് K33 ആണോ എന്ന് അറിയാൻ വേണമെങ്കിൽ ജസ്റ്റ് നമുക്കൊന്നുകൂടെ അത് വരച്ച് നോക്കാം. അതായത് വെർട്ടെക്സ് എയിൽ നിന്നുള്ള എഡ്ജസ് ഒക്കെ വരയ്ക്കാം. വെർട്ടെക്സ് എയിൽ നിന്നും മറ്റേ സൈഡിലേക്ക് വരയ്ക്കാം. വെർട്ടെക്സ് എയിൽ നിന്നുള്ളത് ഡിയിലേക്കൊരു എഡ്ജ്, പിന്നെ വെർട്ടെക്സ് എയിൽ നിന്നും എഫിലേക്കൊരു എഡ്ജ്, പിന്നെ വെർട്ടെക്സ് എയിൽ നിന്നും ജിയിലേക്കൊരു എഡ്ജ്. അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വരയ്ക്കാം. ഇനി ബാക്കി നമുക്ക് ഓട്ടോമാറ്റിക്കലി ശരിയായി വരും. അതായത് അടുത്ത ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ബി എന്ന് പറയുന്ന വെർട്ടെക്സ്. അത് നമുക്കിവിടെ പ്ലേസ് ചെയ്ത് നോക്കാം. ബിയിൽ നിന്നും ഡിയിലേക്കുണ്ട് ഒരു എഡ്ജ്, ബിയിൽ നിന്നും ജിയിലേക്ക് എഡ്ജുണ്ട്, ബിയിൽ നിന്നും എഫിലേക്ക് എഡ്ജുണ്ട്. ഇനി നമുക്കൊരു വെർട്ടെക്സും കൂടി എഴുതാനുള്ളൂ, സിയിൽ നിന്നും നമുക്ക് ജിയിലേക്ക് എഡ്ജുണ്ട്, സിയിൽ നിന്നും ഡിയിലേക്ക് എഡ്ജുണ്ട്, സിയിൽ നിന്നും എഫിലേക്ക് എഡ്ജുണ്ട്. ആക്ച്വലി നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ ഗ്രാഫ് തന്നെയാണ് ഇത്. അപ്പോൾ ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് K33 ആണ്. ആൻഡ് K33 ഈസ് നോൺ പ്ലാനാർ ആണ്. അതായത് തന്നിരിക്കുന്ന ഈ ഗ്രാഫ്, നമുക്ക് ആദ്യം തന്നിരുന്ന ഈ ഗ്രാഫ് നിന്നും എഡ്ജ് സബ് ഡിവിഷനും സബ് ഗ്രാഫിൻ്റെ പ്രോപ്പർട്ടിയും വെച്ച് നമുക്ക് K33 എന്ന് പറയുന്ന ഒരു സബ് ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. അതായത് തന്നിരിക്കുന്ന ഗ്രാഫിൽ K33 ഉണ്ട്, അല്ല K33യുടെ സബ് ഡിവിഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തു പറയാം? ദ ഗിവൺ ഗ്രാഫ് ഈസ് നോൺ planar എന്ന് പറയും. ബൈ കുറാട്ടോവിസ്കീസ് തിയറം, ഇഫ് ദ ഗ്രാഫ് കണ്ടെയ്ൻസ് എ സബ് ഡിവിഷൻ ഓഫ് K33 ഓർ K5 ദ ഗ്രാഫ് ഈസ് നോൺ പ്ലാനാർ. അപ്പോൾ ഇവിടെ നമ്മൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. തന്നിരിക്കുന്ന ഗ്രാഫിൽ നിന്നും എങ്ങനെ നമുക്കൊരു K5 അല്ലെങ്കിൽ K33 സബ് ഡിവിഷൻ വഴിയോ അല്ലെങ്കിൽ സബ് ഗ്രാഫ് ആയിട്ടോ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നോൺ പ്ലാനാർ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇല്ലെങ്കിൽ ഗ്രാഫ് പ്ലാനാർ ആണ്. യൂഷ്വലി നമ്മളെപ്പോഴും നോൺ പ്ലാനാർ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മളിത് മെയിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് K33
K5 4 റെഗുലർ, K33 3 റെഗുലർ. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിൽ നന്നായിട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കുക. K5 5 വെർട്ടെക്സ്, K33 6 വെർട്ടെക്സ്. അപ്പോൾ തന്നിരിക്കുന്ന ഓരോ ഗ്രാഫിലും നമുക്ക് ഏതാണ് പോസിബിലിറ്റി ഉള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മിച്ചിരിക്കേണ്ടത്, നമുക്കൊരിക്കലും ഡിഗ്രി ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു 2 ഡിഗ്രിയുള്ള വെർട്ടെക്സിനെ ഇൻസേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ 2 ഡിഗ്രിയുള്ള വെർട്ടെക്സിനെ നമുക്കതിൻ്റെ എഡ്ജ് സബ്ഡിവിഷൻ വഴി ഡിലീറ്റ് ചെയ്യാനും മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, സോ അങ്ങനെ അതുകൊണ്ട് ഡിഗ്രി ഇൻക്രീസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് എല്ലാ 4 റെഗുലർ ആണെങ്കിൽ 5 വെർട്ടെക്സ് 4 ഡിഗ്രി ഉള്ളത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 6 വെർട്ടെക്സ് 3 ഡിഗ്രി ഉള്ളത് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് K5 K33 K5 അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ഹൗ വി പ്രൂവ് എ ഗ്രാഫ് ഈസ് നോൺ പ്ലാനർ ബൈ കുറാട്ടോവ്സ്കിസ് തിയറം. ഓക്കെ, താങ്ക് യു.